ആക്ടർ ഫഹദ് ഫാസിൽ ADHD എന്നൊരു കണ്ടീഷനെ കുറിച്ച് ഈയിടെ പറയുകയുണ്ടായി. എന്താണ് ADHD? കുട്ടികളിൽ മാത്രമാണോ അതോ മുതിർന്നവരിലും ഈ ഒരു കണ്ടീഷൻ വരുവാനുള്ള ചാൻസസ് ഉണ്ടോ? ഇതിന്റെ കാരണങ്ങളും ലക്ഷണങ്ങളും ചികിത്സാ രീതികളെ കുറിച്ചുമാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് സംസാരിക്കുവാൻ പോകുന്നത്. ഞാൻ ഡോക്ടർ അഞ്ജലി. ഇന്നത്തെ ഹെൽത്ത് ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ADHD അഥവാ അറ്റൻസീവ് ഡെഫിസിറ്റ് ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡർ, ഇതൊരു ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡർ ആണ്. ബ്രെയിനിൽ ഉണ്ടാകുന്ന ഒരു വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ആണിത്. പാരമ്പര്യമായിട്ടാണ് ഈ അസുഖം പ്രധാനമായിട്ടും വരുവാനുള്ള ചാൻസസ് ഉള്ളത്. ഇത് കൂടാതെ തന്നെ പ്രഗ്നന്റ് ആയിരിക്കുന്ന അമ്മമാരിലെ പല രോഗാവസ്ഥകളും അതുപോലെ തന്നെ മാനസിക പിരിമുറുക്കങ്ങളും ഹോർമോണൽ ഇംബാലൻസും ഉണ്ടാകുന്ന കുട്ടികളിൽ ഈ ഒരു കണ്ടീഷൻ വരുവാനുള്ള ചാൻസസ് ഉണ്ട്. കുടുംബത്തിലെ മാതാപിതാക്കൾ തമ്മിലുണ്ടാകുന്ന പല പൊരുത്തക്കേടുകളും വഴക്കുകളും ഇത് കണ്ടുവരുന്ന കുട്ടികളിൽ ഇത്തരം കണ്ടീഷൻസ് വരുവാനുള്ള ചാൻസസ് ഉണ്ട്. ഇത് കൂടാതെ തന്നെ പല ഹോർമോണൽ പ്രോബ്ലംസ് കൊണ്ടും ഈ ഒരു കണ്ടീഷൻ കുട്ടികളിൽ വന്നേക്കാം. എന്തൊക്കെയാണ് ഇതിന്റെ പ്രധാന ലക്ഷണങ്ങൾ എന്ന് നോക്കാം. കുട്ടികളിലേക്ക് വരുമ്പോൾ ADHD പ്രധാന സിംറ്റംസ് എന്ന് പറയും ഇന്നറ്റൻഷൻ, ഹൈപ്പർ ആക്റ്റീവ് ആൻഡ് ഇമ്പൾസീവ്. ഇന്നറ്റൻഷനിലേക്ക് വരുമ്പോൾ കുട്ടികളിൽ കോൺസെൻട്രേഷൻ വളരെയധികം കുറവായിരിക്കും. ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴേക്കും അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഏകാഗ്രത ഉണ്ടാവില്ല. ഒരേ സമയം ഒരു കാര്യത്തിൽ മാത്രമേ അവർക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ചില കുട്ടികൾ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അത് നിർത്തിയിട്ട് അടുത്ത കാര്യങ്ങളിലേക്ക് പെട്ടെന്ന് ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും. പഠന കാര്യങ്ങളിലും ഈ കുട്ടികളിൽ കോൺസെൻട്രേഷൻ വളരെയധികം കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവർ പഠനത്തിൽ പിന്നോക്കം വരുവാനും ചാൻസസ്. നല്ല ബുദ്ധിയുള്ള കുട്ടികളാണെങ്കിലും ഈ ഒരു ഏകാഗ്രതക്കുറവ് കൊണ്ടും പല മിസ്റ്റേക്കുകൾ വരികയും ഇവർ പഠനത്തിൽ പിന്നോട്ട് പോകാനും ഇതൊരു കാരണമാകുന്നുണ്ട്. ഈ കുട്ടികൾ വളരെയധികം ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും. ഒരു സ്ഥലത്ത് തന്നെ അടങ്ങി ഒതുങ്ങി ഇരിക്കാതെ എടുത്തു ചാടി ഓടി നടക്കുകയും പല സ്ഥലങ്ങളിലും വലിഞ്ഞു കയറി എടുത്തു ചാടുകയും അങ്ങനെ പല തരത്തിലുള്ള ഹൈപ്പർ ആയിട്ടുള്ള സിംറ്റംസ് കുട്ടികൾ കാണിക്കുവാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൂടാതെ തന്നെ ഇവർ വളരെയധികം റെസ്റ്റ്ലെസ് ആയിരിക്കും. ഒരു സ്ഥലത്തും ഒരിക്കലും അടങ്ങിയിരിക്കില്ല. അടങ്ങിയിരിക്കാൻ പറഞ്ഞാൽ പോലും തന്നെ അവര് ഓടിക്കളിച്ച് നടന്നുകൊണ്ടേയിരിക്കും. ക്ഷമ വളരെ കുറവുള്ള കുട്ടികളായിരിക്കും. എല്ലാ കാര്യത്തിലും ഭയങ്കരമായിട്ടുള്ള എക്സൈറ്റ്മെന്റ് ആയിരിക്കും ഇവർക്ക്. ഒരു കാര്യം ചെയ്യാൻ പോകുമ്പോഴേക്കും ഭയങ്കരമായിട്ടുള്ള എക്സൈറ്റ്മെന്റ്, വളരെ എക്സൈറ്റ്മെന്റോട് കൂടിയിട്ടായിരിക്കും പല കാര്യങ്ങൾ ചെയ്യുവാനും ഭയങ്കര വെപ്രാളത്തോട് കൂടിയിട്ടുമായിരിക്കും ഈ കുട്ടികൾ ബിഹേവ് ചെയ്യുന്നത്. പല കാര്യങ്ങളും വളരെ ഇമ്പൾസീവ് ആയിട്ടായിരിക്കും ഈ കുട്ടികൾ ചെയ്യുന്നത്. ഓർമ്മക്കുറവുണ്ടാവും, അശ്രദ്ധയുണ്ടാവും, ഏകാഗ്രത വളരെയധികം കുറവായിരിക്കും. അതുപോലെ തന്നെ ഇവർ ഇരിക്കുന്ന സമയത്ത് ഇവരുടെ കൈയും കാലും എപ്പോഴും ഇങ്ങനെ അനക്കിക്കൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ പ്രധാനമായിട്ട് കുട്ടികൾക്ക് ദേഷ്യവും വളരെയധികം കൂടുതലായിരിക്കും. അവർ ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നടന്നിട്ടില്ലെങ്കിൽ പെട്ടെന്ന് ദേഷ്യം വരികയും സാധനങ്ങൾ വലിച്ചെറിയുകയും എറിഞ്ഞു പൊട്ടുകയും മറ്റു കുട്ടികളെ ഉപദ്രവിക്കാനും കടിക്കുവാനും അടിക്കുവാനുള്ള പ്രവണതകളും ഈ ഒരു കുട്ടികളിൽ കണ്ടുവരാറുണ്ട്. ഈ ഒരു സിംറ്റംസ് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും എല്ലാ കുഞ്ഞു കുട്ടികളിലും ഇത്തരം സിംറ്റംസ് ഉണ്ടല്ലോ. പക്ഷെങ്കിൽ ഇതിന്റെ സിവിയാരിറ്റി വളരെയധികം കൂടുതലായിട്ടും നമ്മുടെ ഫാമിലിയിലും അല്ലെങ്കിൽ പുറത്ത് കുട്ടികളെ കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥയിലും പഠനത്തിലും വളരെയധികം പിന്നോക്കത്തിലേക്ക് വരികയാണ് ചെയ്യുന്നതെങ്കിൽ ആണ് നമ്മൾ ഈ ഒരു കണ്ടീഷൻ വളരെ സീരിയസ് ആയിട്ട് കാണേണ്ടത്. ഇങ്ങനെ ഒരു സിംറ്റംസ് ഉണ്ടെന്ന് വെച്ചിട്ട് പാരന്റ്സ് ഒട്ടും പേടിക്കേണ്ട ആവശ്യമില്ല. വളരെയധികം ദീർഘകാലം ഇത് നീണ്ടു നിൽക്കുകയും കുട്ടികൾ പഠനത്തിൽ വളരെ പിന്നോക്കം പോകുകയും അവർ തീരെ മാനേജ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ മാത്രമാണ് നമ്മളൊരു ഡോക്ടറെ കാണിക്കേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് പോകുന്നത്. വളരെ മൈൽഡ് ആയിട്ടുള്ള കണ്ടീഷൻസ് ആണെങ്കിൽ കുട്ടികൾ വളരുന്നതിനൊപ്പം അത് മാറിപ്പോയേക്കാം. മുതിർന്നവരിലേക്ക് ഈ ഒരു ADHD വരുവാനുള്ള പ്രധാന കാരണം വളരെ കുട്ടിയായിരിക്കുന്ന സമയത്ത് ഇവർ മൈൽഡ് ആയിട്ടുള്ള രീതിയിലുള്ള സിംറ്റംസ് കാണിച്ചേക്കാം. പാരന്റ്സ് അത് നോട്ടീസ് ചെയ്തിട്ടുണ്ടാവില്ല. വളരും തോറും ആ ഒരു കണ്ടീഷൻ കൂടി വരികയും സിംറ്റംസ് നല്ല രീതിയിൽ കാണിച്ചു തുടങ്ങുകയും ചെയ്യുന്നുണ്ട്. സോ ചെറുപ്പകാലത്ത് അൺഡയഗ്നോസ്ഡ് ആയിട്ടുള്ള കണ്ടീഷൻസ് ആണ് യൂഷ്വലി നമ്മൾ മുതിർന്നവരിലും ഈ ഒരു ADHD കണ്ടീഷൻസ് കണ്ടുവരുന്നത്. സോ മുതിർന്നവരിലുള്ള സിംറ്റംസും ഏകദേശം സെയിം തന്നെയാണ്. ഭയങ്കരമായിട്ടുള്ള ഹൈപ്പർ ആക്റ്റീവും ദേഷ്യവും ഒക്കെ ഇവരിൽ കണ്ടുവരാറുണ്ട്. ഏകാഗ്രത കുറവും ഓർമ്മക്കുറവും ഒക്കെ മുതിർന്നവരിലും കണ്ടുവരാറുണ്ട്. ഒരു കാര്യം പ്രോപ്പർ ആയിട്ട് കോൺസെൻട്രേഷനോട് കൂടി ഇവർക്ക് ചെയ്യാൻ സാധിക്കില്ല. ഒരേ സമയം ഒന്നിലധികം കാര്യങ്ങൾ ചെയ്യുവാനും ഇവർക്ക് വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. ജോലി സ്ഥലങ്ങളിലും അതുപോലെ തന്നെ വീട്ടിലും ഭയങ്കര ആക്റ്റീവും ഭയങ്കര ഹൈപ്പർ ആയിട്ട് ബിഹേവ് ചെയ്യുകയും ഓവറായിട്ട് സംസാരിക്കുകയും വളരെ വെപ്രാളത്തോടു കൂടി സംസാരിക്കുന്നതും ഇതിന്റെ ഒരു ലക്ഷണമാണ്. ഇവർക്ക് കൂടുതലായിട്ടുള്ള ദേഷ്യവും ഇവരിൽ കണ്ടുവരാറുണ്ട്. പെട്ടെന്ന് ഇവരെ നമ്മളൊരു കാര്യം എതിർത്ത് പറയുന്ന സമയത്ത് അമിതമായിട്ടുള്ള ദേഷ്യം അത് പ്രകടിപ്പിക്കുകയും ഇവർ ചെയ്യാറുണ്ട്. ജോലിക്ക് പോകാനുള്ള മടിയും അതുപോലെ തന്നെ ജോലി കാര്യത്തിൽ അശ്രദ്ധയും മുതിർന്നവരിൽ കണ്ടുവരുന്ന ഒരു സിംറ്റംസ് ആണ്. അമിതമായിട്ടുള്ള സ്ട്രെസ്സും ഡിപ്രഷനും ഒക്കെ ഇവരിൽ കണ്ടുവരാം. അതുകൊണ്ട് തന്നെ ഇവര് പല ലഹരി പദാർത്ഥങ്ങൾക്കും അടിമയാകാനുള്ള ചാൻസസും ഉണ്ട്.
ഇതൊക്കെയാണ് മുതിർന്നവരിൽ കണ്ടുവരുന്ന സിംറ്റംസ് എന്ന് പറയുന്നത്. ADHD എന്ന കണ്ടീഷൻസിന്റെ സിംറ്റംസ് നമ്മൾ പലരിലും, നമ്മുടെ സമൂഹത്തിലും നമ്മുടെ ചുറ്റുമുള്ള പലരിലും ഈ ഒരു സിംറ്റംസ് നമ്മൾ കണ്ടുവരാറുണ്ട്. സോ എല്ലാ ഒരു കണ്ടീഷനും ഈ ഒരു ADHD എന്ന വലിയൊരു അസുഖത്തിന്റെ ആണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഹെൽത്തിനും അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിലുള്ളവർക്കും ഈ ഒരു പ്രോബ്ലംസ് തീരെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. അമിതമായിട്ടുള്ള ദേഷ്യമാണ്, അല്ലെങ്കിൽ അവർ പഠനത്തിൽ പിന്നോക്കം പോകുന്നുണ്ട്, തീരെ ജോലിയൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഒരു ഡിപ്രഷൻ സ്റ്റേജിലാണെങ്കിൽ മാത്രമാണ് നമുക്കിതൊരു ട്രീറ്റ്മെന്റ് പ്ലാനിലേക്ക് ഈ ഒരു കണ്ടീഷൻ നമ്മൾ പോകേണ്ടത്. ഇതിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് വളരെ മൈൽഡ് ആയിട്ടുള്ള കണ്ടീഷൻ ആണെങ്കിൽ നമുക്ക് ഒരു ബിഹേവിയർ തെറാപ്പിയിലും ഒരു പ്രോപ്പർ ആയിട്ടുള്ള കൗൺസിലിങ്ങും അതുപോലെ തന്നെ പാരന്റ് മാനേജ്മെന്റ് ട്രെയിനിങ്ങിലൂടെയും പ്രോപ്പർ ആയിട്ടുള്ള എക്സസൈസിലൂടെയും മെഡിറ്റേഷനിലൂടെയും നമുക്ക് ഈ ഒരു പ്രോബ്ലംസ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ്. കൂടുതൽ ദേഷ്യമുള്ളവരൊക്കെ ആണെങ്കിൽ അത് കൺട്രോൾ ചെയ്യാനായിട്ട് കുട്ടികളെ നമ്മൾ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു കൗൺസിലിങ്ങിലൂടെ നമുക്ക് അവരെ പറഞ്ഞു മനസ്സിലാക്കാം. നല്ല രീതിയിലുള്ള ഹൈപ്പർ ആക്റ്റീവ് ആവുകയും എടുത്തു ചാടുകയൊക്കെ ചെയ്യുന്ന കുട്ടികൾ കുറച്ചുകൂടെ മുതിർന്നു കഴിയുമ്പോൾ അവർക്ക് അതുമൂലം ഉണ്ടാകുന്ന അപകടങ്ങൾ അവരെ പറഞ്ഞു മനസ്സിലാക്കുവാൻ ഈ ഒരു കൗൺസിലിങ്ങിലൂടെ നമുക്ക് സാധിക്കുന്നതാണ്. ഏകാഗ്രത കുറവും ഓർമ്മക്കുറവും ഉള്ളവരാണെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള എക്സസൈസിലൂടെയും മെഡിറ്റേഷനിലൂടെയും അവരുടെ ആ ഒരു ഏകാഗ്രതയും കോൺസെൻട്രേഷനും ഒക്കെ നമുക്ക് ഇംപ്രൂവ് ചെയ്യുവാനും ഒക്കെ നമുക്ക് സാധിക്കുന്നതാണ്. പാരന്റ്സിനും ഫാമിലിയിലുള്ളവർക്കും ഇങ്ങനത്തെ കുട്ടികൾ ഉണ്ടെങ്കിൽ ഒരു പ്രോപ്പർ ആയിട്ടുള്ള കൗൺസിലിംഗ് അവർക്കും ആവശ്യകതയുണ്ട്. കാരണം കുട്ടികളിലെ ഇങ്ങനത്തെ കുട്ടികളോട് നമ്മൾ ബിഹേവ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ കെയർഫുൾ ആയിട്ട് അവരുടെ ഒരു ദേഷ്യത്തെ നമുക്ക് കൂടുതൽ വാശി പിടിപ്പിക്കുന്ന രീതിയിലേക്ക് മാറ്റാത്ത രീതിയിൽ വേണം നമ്മൾ അവരുടെ അടുത്ത് ബിഹേവ് ചെയ്യാൻ. അതുകൊണ്ട് തന്നെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു കൗൺസിലിംഗിന്റെ ഭാഗമായിട്ട് നമ്മൾ ഈ ഒരു കണ്ടീഷൻ നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ്. കണ്ടീഷൻ കൂടുതൽ വേഴ്സ് ആകുകയാണ്, പഠനത്തിൽ വളരെയധികം പിന്നോക്കം നിൽക്കുകയാണ്, വളരെയധികം ദേഷ്യവും വളരെ ഹൈപ്പർ ആക്റ്റീവ് ആകുകയും അതുപോലെ തന്നെ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലും ഡിപ്രഷനിലേക്കൊക്കെ പോകുന്ന കണ്ടീഷൻ ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മെഡിസിൻസ് എടുക്കേണ്ട ആവശ്യകത വരുന്നതാണ്. ഹോമിയോപ്പതിയിൽ നമുക്ക് ഈ ഒരു ADHD കണ്ടീഷൻസും മറ്റ് ബിഹേവിയറൽ പ്രോബ്ലംസിനും ഡെവലപ്മെന്റൽ ഡിസോർഡേഴ്സിനും പഠന വൈകല്യങ്ങൾക്കും പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്കും ഓർമ്മക്കുറവിനും ഭയത്തിനും ഡിപ്രഷനും ഒക്കെ നമുക്ക് ഹോമിയോപ്പതിയിൽ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള സേഫ് ആയിട്ടുള്ള മെഡിസിൻസ് നമുക്ക് അവൈലബിൾ ആണ്. നിങ്ങളുടെ അടുത്തുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ഹോമിയോപ്പതിക് ഡോക്ടറെ കണ്ട് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് പ്ലാനിലൂടെ നമുക്ക് ഈ ഒരു കണ്ടീഷൻ മാറ്റിയെടുക്കാവുന്നതാണ്. സോ ഈ ഒരു ADHDയുടെ കണ്ടീഷനെ കുറിച്ച് എല്ലാവർക്കും ഒരു ചെറിയ അറിവ് ലഭിച്ചു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം.